ഏവർക്കും ഇന്നത്തെ സൺറൈസ് കഫേയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ നായിക പ്രാധാന്യമുള്ള സിനിമകളില്ല, ഇങ്ങനെയുള്ള പരാതികൾ നമ്മൾ മിക്കപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടിയുമായാണ് ഇന്നത്തെ സൺറൈസ് കഫേ നമ്മുടെ മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് ഇപ്പോൾ എല്ലാവരും ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഞ്ചനാമാല. ഇത് വളരെ രസമായിട്ട് മനസ്സിലിങ്ങനെ തട്ടി അഭിനയിപ്പിച്ച ആ ആളാണ് ഇന്നത്തെ സൺറൈസ് കഫേയിൽ നമുക്ക് മുമ്പിലുള്ളത്. പാർവതി സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് പാർവതി വിശേഷങ്ങൾ? പാർവതിയുടെ മുഖത്തേക്ക് ആ സന്തോഷം ഉണ്ടല്ലോ. ഇവിടുന്ന് ഇവിടെ വരെ ചിരി നിർത്താൻ പറ്റുന്നില്ല. ഫോൺ കോളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയാ ഞാൻ ചെയ്യുന്നത്. ചിരിച്ചു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞാല് ഫോൺ വെച്ചാൽ ഇങ്ങനെയായിരിക്കും. ലൈക്ക് ഓക്കെ, ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ആവുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്. ലൈഫ് ഇസ് ഗുഡ് റൈറ്റ് നൗ. പാർവതി എന്ന് വിളിക്കാനായിട്ട് ഒരു ചെറിയ ആളില്ല. അതെ, വീട്ടിലെന്താ വിളിക്കുന്നത്? അമ്മിണി. അമ്മൂന്ന് വിളിക്കാറില്ല. അമ്മിണി എന്ന് വിളിക്കുമ്പോ അച്ഛനും അമ്മയും സ്നേഹത്തോടെ വിളിക്കാന്ന് പറയാം. പാർവതി എന്ന് വിളിച്ചാൽ ഞാൻ എന്തോ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനെ വഴക്ക് പറയാനുള്ള വിളിയാണ് പാർവതി എന്നുള്ള വിളിയിലാണ്. എന്നെ എപ്പോഴും പാർവതി എന്ന് ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര അലേർട്ട് ആയിരിക്കും. അമ്മിണിന്ന് അമ്മയും അച്ഛനാണ് വിളിക്കാറില്ല. അമ്മിണി എനിക്ക് നിന്റെ അമ്മമ്മ പോലും പാർവതി വിളിക്കുന്നത്. ആകെ അമ്മയും അച്ഛനുമാണ് അമ്മിണി എന്നുള്ളൊരു റിലേറ്റീവ്സ് ഒക്കെ വിളിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഇതെനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാനത് ചെയ്യാൻ പോവാ. വരൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വ്യൂവേഴ്സിന് എല്ലാവരോടും കൂടി പറയണം, വ്യൂവേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു ഹഗ്ഗാണ് ഞാനിപ്പോ തന്നത്. താങ്ക് യു. കാരണം ഞാൻ ആ ഫിലിം കണ്ടിട്ട് എന്റെ പാർവതി ഒന്നാതെ കരഞ്ഞ് വെച്ച് നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തട്ടിയാണ് ഓരോ കാര്യങ്ങളും പാർവതി ആ ഫിലിമിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് കാഞ്ചനമാലയെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ഒരു ഫിലിം കാണുമ്പോൾ, പക്ഷെ അതിന്റെ മേലിലേക്കും പോയി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഹഗ് തുടങ്ങിയിട്ടല്ലേ ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. ഹഗ് ഇസ് ഓൾവേസ് എ ഗുഡ് തിങ്. ഇല്ല, എനിക്കും എല്ലാവരും ഇപ്പം ഫോൺ വിളിച്ചിട്ട് ഒത്തിരി കരഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് താങ്ക് യു ആണോ പറയേണ്ടത്, സോറി ആണോ പറയേണ്ടതെന്ന് അറിയില്ല. ബിക്കോസ് കരഞ്ഞു എന്ന് പറയുന്നത് ഇസ് നോട്ട് എക്സാക്ട്ലി എ ഗുഡ് തിങ്. അപ്പോൾ പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തത് കാഞ്ചനേടത്തി ശരിക്കുള്ള റിയൽ ലൈഫിലുള്ള കരക്ടറാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഫിക്ഷണലായിട്ട് ഉണ്ടാക്കിയതല്ല. അവർ അണ്ടർഗോ ചെയ്ത പ്രോബ്ലംസ് ഇത്രയുമാണ്. അവർ അത്രയും കരഞ്ഞിട്ടുണ്ടാവും, അത്രയും കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ടാവും. സോ അത്രയും ഓരോ സീനിലും എല്ലാ സീനിലും ഞാൻ കരയലായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞിട്ട് എല്ലാ സീനിലും ഇപ്പൊ കരച്ചിലില്ലെങ്കിലും ആ ഒരു സോണിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഇറ്റ് വാസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ആൾക്കാരത് വിളിച്ചിട്ട് എന്നോട് നമുക്ക് ആ ഒരു ഘട്ടം മുതൽ അവർ വേർപിരിഞ്ഞ ഒരു ഘട്ടം മുതൽ നമുക്കും താങ്ങാൻ കഴിയുന്നില്ല വിഷമം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നടി എന്ന നിലയിൽ ഐ ഹാവ് ഡൺ സം ജസ്റ്റിസ്. എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളത് ഒന്ന് വിജയിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ക്ലൂ ആണ് ഇത് കിട്ടുന്നത്. ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി. അത് എല്ലാവർക്കും, സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങളും എല്ലാവരും കുടുംബമായിട്ട് പോകുമ്പോൾ അവർക്ക് പോലും കണ്ണുനീര് വരിക എന്ന് പറയുന്നത് ഐ തിങ്ക് സിനിമയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഉദ്ദേശവും അത് തന്നെയാണ്, നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ സിനിമയിൽ ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നായിക കരയുന്നു, അല്ലെങ്കിൽ നായികൻ ഒരു സെന്റി ഡയലോഗ് ഇടുമ്പോൾ അപ്പോഴത്തേനും അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ കൂവലായിരിക്കും. പക്ഷേങ്കിൽ ഈ സിനിമ തുടങ്ങി ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ ഒരാൾ പോലും ആ ഒരു കൂവൽ അല്ലെങ്കിൽ അവർ വളരെ ഭയങ്കര ഏതായാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ആ ഫിലിം കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഈ സിനിമയില് ഈ സാധാരണ ഇപ്പോൾ ഒരു കഥാപാത്രം നമ്മളിപ്പം, എനിക്ക് പാർവതിയോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പാർവതി പല ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഡയറക്ടർ ആക്ഷൻ പറയുന്നു, പിന്നെ കട്ട് പറയുന്നതിൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ നമ്മൾ മാറി സാധാരണ നോർമൽ പാർവതി ആവണമല്ലോ. ശരിക്കും അങ്ങനെ പറ്റിയിരുന്നോ ഈ ഷൂട്ടിന്റെ സമയത്ത്? അത് എപ്പോഴും ഒരു വളരെ വേഗമായിട്ടുള്ളൊരു സ്പേസ് ആണ്. ക്ലാരിറ്റി നമുക്കങ്ങനെ ഒരു കട്ട് ത്രോട്ട് ആയിട്ട് ഇത് ബ്ലാക്ക് ഇത് വൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല, പ്രാവർത്തികമാവില്ല അതൊരിക്കലും. ചില ക്യാരക്ടേഴ്സിന് ഞാൻ ചില ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇപ്പം നസ്രിയ അങ്ങനെയാണ്. നസ്രിയ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നസ്രിയയുടെ പ്രോസസ്സ് എന്താണ്. നസ്രിയ, ഈവൻ നിവിൻ ഐ തിങ്ക് ഇസ് ലൈക്ക് ദാറ്റ്. ഞാൻ കണ്ടിട്ടുള്ളത് ഷോട്ട് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ അവരാണ്. ആക്ഷൻ പറയുമ്പോൾ ദേ ജസ്റ്റ് ബിക്കം ദിസ്
ദുൽഖറൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നച്ചുവായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര കെയർഫുൾ ആണ്. കാര്യം നമ്മളൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവര് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആക്ഷനിൽ ദേ ജസ്റ്റ് ഗോ ലൈക്ക് ദിസ്, ദേ ബിക്കം ദ ക്യാരക്ടർ, ദേ ബിക്കം വെരി മൂഡി, ആ ക്യാരക്ടർ ചെയ്യും. ആ ആക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ലൈക്ക് എവിടെ എന്ന് പറഞ്ഞിട്ട് പോകും. ഐ ലൈക്ക് ഹൗ ഡു യു ഡു ദാറ്റ്? കാര്യം എനിക്കെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷൂട്ടിംഗ് ഡേ ആണെങ്കിൽ രാവിലെ എനിക്ക് സീൻസ് ഗോ ത്രൂ ചെയ്യണം. എനിക്ക് അതിൻ്റെ ഒരു ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ സുഖമില്ല എന്നുള്ളത് ഒരു കാര്യം. അതിൻ്റെ ആ ഒരു കിക്ക് എനിക്ക് കിട്ടില്ല, ഒരു സൈക്കോളജിക്കൽ കിക്ക് എനിക്ക് കിട്ടില്ല. പിന്നെയുള്ള കാര്യം എനിക്ക് തോന്നില്ല ഞാൻ ഭയങ്കര ലോസ്റ്റ് ആയിരിക്കും സെറ്റിൽ. കൺസിസ്റ്റൻസി എന്നുള്ളത് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പം പല ആക്ടേഴ്സും പല രീതിയിലാണ് ചെയ്യണത്. എനിക്ക് കാഞ്ചനമാല എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ പോർട്രേ ചെയ്യാൻ തുടങ്ങിയത് ഓഗസ്റ്റ് 14, 2014 2014 കഴിഞ്ഞ കൊല്ലം തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ അത് പോർട്രേ ചെയ്യാൻ, അതായത് ഫിൽമിങ് തുടങ്ങിയത്. അതിന് മുമ്പേ ഉള്ള റിസർച്ച് ഘട്ടം മുതൽ, അപ്പോൾ ഏകദേശം ഓവർ ഇയർ നമ്മൾ എടുത്തിട്ടുണ്ട് തീർക്കാൻ സിനിമ. അപ്പോൾ ഓരോ ദിവസം ആദ്യത്തെ 30 ദിവസത്തൊക്കെ വളരെ അലേർട്ടായിരിക്കും. പിന്നെ എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരേ പെരുമാറ്റം, ഒരേ ബോഡി ലാംഗ്വേജ്, ഒരേ സംസാര രീതി, ഒരേ ഡയലക്റ്റ് മലയാളം, ഒരേ ഹെയർ സ്റ്റൈൽ, ഒരേ ലുക്കൊക്കെ ആയി മാറുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഓക്കെ, അത് കുറച്ച് എക്സാജറേറ്റഡ് വാക്കാണെങ്കിലും പരകായ പ്രവേശം എന്നൊക്കെ പറയുന്നത് വലിയൊരു വാക്കാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു വേറെ വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് നമ്മളിൽ നിന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് നിന്ന് പതുക്കെ സീപ്പിൻ ചെയ്യാൻ തുടങ്ങും. സോ ഐ ഡോണ്ട് റിമെമ്പർ എനിമോർ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഷൂട്ടിൽ പോവുക. എനിക്കറിയാം എല്ലാ സീനും. കാര്യം എനിക്ക് വിമൽ ഒരിക്കലും 5 പുസ്തകങ്ങളായിരുന്നു സ്ക്രിപ്റ്റ്. സാധാരണ ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫയലായിരിക്കും. ഒരു ഫയലിൽ ഒരു 150 പേജോ അങ്ങനെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ 5 പുസ്തകങ്ങൾ ഹാർഡ് ബൗണ്ട് ടെക്സ്റ്റ് ബുക്ക് കണക്കിനായിരുന്നു അവർ പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് അതിനനുസരിച്ചുള്ള ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്രിപ്റ്റിൽ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഡീറ്റെയിലിംഗ് അത്രയുണ്ട്. അതായത് 1-2 ലൈനായിരിക്കും ഡയലോഗ്സ്, പക്ഷെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഫ്രെയിമിൽ ആ കോർണറിൽ ഒരു ചെറിയ പാറ്റ പറന്നു പോകുന്നു എന്നുള്ളതടക്കം അതിലെഴുതി വെച്ചിട്ടുണ്ടാവും. സോ ആ ഡീറ്റെയിലിംഗ് നമ്മളൊരു 3-4 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കത്, എനിക്ക് തോന്നുന്നത് സബ് കോൺഷ്യസ്ലി അത് ഉണ്ടാവും മനസ്സിലെപ്പോഴും. സോ ഇറ്റ് വാസ് ഐ തിങ്ക് ആഫ്റ്റർ എ പോയിന്റ് കുറേയും കൂടെ എളുപ്പമായിട്ട് അനായാസമായിട്ട് വന്നു തുടങ്ങിയതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇറ്റ്സ് ബീൻ എ വൈൽ. ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ച് ഇച്ചിരി ഒന്ന് വണ്ണം കൂട്ടിയോ? ഇച്ചിരി 12 kilos. അതായത് നോർമൽ ഉണ്ടായിരുന്നതിനേക്കാളും 12 കിലോ. കാൺട്ട് സേ ദാറ്റ് ഇറ്റ് വാസ് എൻറ്റയർലി ഫോർ കാഞ്ചനമാല. കാര്യം ബാംഗ്ലൂർ ഡേയ്സിൽ ഉള്ള സേര എന്ന കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ബൈ റിസർച്ച് ആൻഡ് നമ്മൾ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ പാരപ്ലീജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ലോവർ ബോഡി അവർക്ക് കുറേയും കൂടെ ഫ്ലൂയിഡ് ആയിരിക്കും. ദേ കനോട്ട് അത്രയും ടൈറ്റ് ആൻഡ് ടോട്ട് ആവാൻ സാധ്യത കുറവാണ്. അതൊക്കെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അപ്പർ ബോഡി സ്ട്രെങ്ത്, കൈയൊക്കെ ഭയങ്കര, ഷോൾഡറൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. ബിക്കോസ് അവരെ തന്നെ ലിഫ്റ്റ് ചെയ്യുന്നത് അവരുടെ അപ്പർ ബോഡിയിൽ നിന്നായിരിക്കും. സോ എൻ്റെ വർക്കൗട്ട് രീതി അത് മാറി, കുറേയും കൂടെ വർക്കൗട്ട് കുറച്ചു. സോ അപ്പം ഇച്ചിരി കുറച്ചൊക്കെ ഒന്ന് ലൂസനപ്പ് ആവാൻ തുടങ്ങി. പിന്നെ ഉത്തമവില്ലൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിമൽ വിളിച്ച് പറഞ്ഞു നമ്മളിത് പല കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്, പല ഏജ് ഗ്രൂപ്പാണ് കാണിക്കുന്നത്. സോ 40 വയസ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മെലിഞ്ഞ് നമ്മൾ ചെറുപ്പത്തിന്റെ ആ ഒരു ഇത് കഴുത്തും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ഇടാൻ തുടങ്ങി. പിന്നെ അത് നിന്നത് 12 കിലോയിലാണ് നിർത്തിയത്. അതെനിക്ക് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റാതെ അതെൻ്റെ ഒരു എന്താ പറയുക ബുദ്ധിമോശം ഞാൻ കാണിച്ചത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസും കൂടെ നോക്കേണ്ടതാണ്. ഒരു ട്രെയിനറിനെ വെച്ചിട്ട് വേണം വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യേണ്ടത്. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ മാത്രമാണ് ട്രെയിനറിൻ്റെത്. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വെയിറ്റ് കൂട്ടിയപ്പോൾ ഉണ്ടായ ഇഷ്യൂസ് വേറെയായിരുന്നു. ഫിസിക്കലി നമ്മൾ മാറ്റം വരുമെന്ന് മാത്രമല്ല, നമ്മുടെ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യുന്ന വ്യത്യാസമായി പോകും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ബ്രെയിൻ, എവറിഥിങ് ഗോസ് ഫോർ എ ടോസ്. അപ്പം അതിന് ഞാൻ റെഡി ആയിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ലുക്ക് വൈസ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു നമുക്ക്. ചെറുപ്പത്തിലുള്ള കാഞ്ചനമാല എങ്ങനെയാണ്, ഇടക്കാലത്തുള്ള കാഞ്ചനമാല എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ആ കവിളും ആ തുടിപ്പൊക്കെ വേണ്ടിയിരുന്നു ആ കാലഘട്ടത്തിലുള്ള ആ ഒരു കഥാപാത്രത്തെ കാണിക്കാൻ. ഈ ഒരാളല്ല നമ്മള് സിനിമയിൽ കാണുമ്പോൾ ശരിക്കും വലിയൊരു മാറ്റം തന്നെയാണ് ഉള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഈ ഒരു ജനറേഷൻ ഉള്ള പിള്ളേര് ഇപ്പം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചുമ്മാ തമാശക്ക് പറയുന്നത് കേട്ടു, പ്രാന്താവൂട്ടാ, വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഇല്ല. ആ ഒരു സമയത്ത് ഒരു പ്രണയമാണ് ഇതിലൂടെ വളരെ രസമായിട്ട് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കാഞ്ചനമാലയും മൊയ്തീനും അവരുടെ കോൺവെർസേഷൻ മുഴുവനും ലെറ്റേഴ്സിലൂടെ ആയിരുന്നു. ഞാൻ
പാർവതിനോടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ലെറ്റേഴ്സിലൂടെ എന്തെങ്കിലും ഇല്ല? ഒരിക്കലും. അത് വളരെ എന്താ സങ്കടമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലല്ലോ. ഒന്ന് കാര്യം എനിക്ക് ഓർമ്മയില്ല, ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് UKG ഫസ്റ്റിലൊക്കെ പഠിക്കുകയാണ് ആ സമയത്ത്. അപ്പം അമ്മമ്മയ്ക്ക് എൻ്റെ അമ്മ ഇൻലൻഡ് ലെറ്റർ എഴുതുമായിരുന്നു, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നതെന്ന്. അന്ന് എനിക്കിങ്ങനെ എഴുതി പഠിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോഴും അമ്മ കൈ പിടിച്ച് എഴുതിപ്പിക്കുന്ന സമയമാണ്. അപ്പൊ എന്നെ കൈ പിടിച്ചിട്ട് അമ്മ എന്നൊക്കെ എഴുതിപ്പിക്കുമായിരുന്നു. അതാണ് എൻ്റെ ഒരേ ഒരു എക്സ്പീരിയൻസ് വിത്ത് ഇൻലൻഡ് ലെറ്റേഴ്സ്. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് അമ്മ എഴുതിപ്പിച്ച ആ കുറച്ച് പേജസ് മാത്രം. പക്ഷേ എനിക്ക് ഇതും ഒരു വലിയൊരു എക്സ്പ്ലോറേഷൻ ആയിരുന്നു. ഫോണില്ല, SMS ഇല്ല, വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ള സൗഹൃദവും പ്രണയത്തിനേക്കാളും 100 മടങ്ങ് ഡെപ്ത്, ഇത്രയും മാറി നിന്നുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ നേരിട്ട് കണ്ടു ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത കാഞ്ചനമാലയും മൊയ്തീനും തമ്മിലുണ്ടായിരുന്നത്. സോ അവരുടെ കത്തുകൾ ഞാൻ നേരിട്ട് അന്ന് കാഞ്ചന ചേച്ചീനെ കാണാൻ പോയിട്ടുണ്ട് ഞാൻ 2 തവണ. അപ്പം ഞാൻ പോയപ്പം എനിക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കണം എന്നുണ്ടായിരുന്നില്ല. കാര്യം ഓൾറെഡി വിമൽ ഒരു 6-7 വർഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും കിട്ടിയിട്ടാണ് വിമൽ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. സോ പിന്നെയും പോയിട്ട് ചേച്ചി അതെങ്ങനെയായിരുന്നു ഇതെങ്ങനെയായിരുന്നു അപ്പൊ എന്താ ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്, അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ ആവശ്യപ്പെട്ടത് ആ കത്തുകൾ കാണണമെന്നായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ അവരൊരു പുതിയ ലിപി തന്നെ കണ്ടുപിടിച്ചു അവർക്ക് വേണ്ടിയിട്ട്. സോ അതിൽ പക്ഷെ കണ്ടിട്ടുള്ളത് 1-2 പേജസ് ഒന്നും അല്ല, ഒരുപാട് പേജസ് ആണ് അവരുടെ ഒരു കത്ത് എന്ന് പറഞ്ഞാല്. അപ്പോൾ അതിലവർ സംസാരിച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു, ഞാൻ ഒത്തിരി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവർ പുസ്തകങ്ങളും രാഷ്ട്രീയവും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇക്കാലത്ത് ഇതൊക്കെയാണ് നടക്കുന്നത്, അതാണ് നടക്കുന്നത്, ഞാൻ ഇത് കേട്ടു, ഞാൻ അത് കേട്ടു, ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ടോ, ഇത്തരം അതായത് വളരെ സാമൂഹികമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള ഏരിയാസൊക്കെ കവർ ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ് ഈ വർഷങ്ങളാൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അവർ തമ്മിൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾ തമ്മിൽ സംസാരിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങും കൂടുതൽ ഇവർ തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാഞ്ചനമാല ആ സമയത്ത് വീട്ടു തടങ്കലിലാണ്, പുറം ലോകമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അപ്പൊ അവർ അപ്ഡേറ്റഡ് ആണ്, ഓരോ കാര്യങ്ങൾ. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോഴേ നോക്കുന്നതാണ് അവർ വളരെ ക്രാന്തികാരിയായിട്ടുള്ള ഒരു മനോഭാവമുള്ള ഒരു ലേഡി ആയിരുന്നു. ഒരു കാസ്റ്റോ റിലീജിയനോ ഒരിക്കലും ഒന്നിൻ്റെയും ജെൻഡർ പോലും ഒന്നിൻ്റെയും വഴിക്ക് വരാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ലേഡിയാണ് അത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതായത് തടങ്കലിലായിരുന്നില്ലെങ്കിൽ ചിലപ്പം സാമൂഹികമായിട്ട് വേറെ ലെവലിൽ എത്തേണ്ട ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ അവര് ഇങ്ങനെ ആയിട്ടും എനിക്ക് തോന്നുന്ന പത്രം വായനയും പുസ്തക വായനയിലൂടെയാണ് അവരുടെ ജീവിതം മുഴുവൻ പോയത്. പിന്നെ പല രീതിയിൽ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും രണ്ടുപേർക്കും ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവർ ഒരു പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് ആ പ്രണയം നമ്മൾ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പ്രണയത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത് ആ ശക്തി ആർജിച്ച് വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ളത്. അത് കാഞ്ചനമാല മൊയ്തീൻ എന്ന പ്രണയവും സൗഹൃദത്തിൽ നിന്നുള്ള ശക്തി എടുത്തിട്ടാണ് ചേച്ചി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, എത്തിക്സും കാര്യങ്ങളും ഒക്കെ, ജീവിതം എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, ഇത്തരം നല്ല നന്മകൾ മാത്രം കൂടി വരിക എന്നുള്ളതാണ് ഒരു പ്രണയത്തിലും സൗഹൃദത്തിലും ഏറ്റവും വലുതായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം. അതും BP മൊയ്തീൻ കാഞ്ചനമാല പ്രണയത്തിൽ നിന്ന് ഉള്ള ശക്തി എടുത്തിട്ടാണ് ഇപ്പോഴും ഇങ്ങനത്തെ സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളിലും ചാന്ദിന ചേച്ചി ഏർപ്പെട്ട് കാര്യങ്ങളിൽ ഇപ്പോഴും ബിസിയാണ്. 70-75 വയസ്സായിട്ടും ഇപ്പോഴും അവര് യാത്ര ചെയ്ത് പലവരെയും സഹായിച്ച് പഠിപ്പിച്ച് സ്കൂളുകൾ നടത്തുന്നു, ലൈബ്രറി നടത്തുന്നു. ഇതൊക്കെ BP മൊയ്തീൻ തുടങ്ങി വെച്ച് പല കാര്യങ്ങളും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് ഇത് അപ്പം തുടങ്ങിയ കാര്യമാണ്. അവർക്ക് 18-20 വയസ്സുള്ള സമയത്തുള്ള ആ ഒരു മനോഭാവം, ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം എന്ന് നമ്മൾ ഇതിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്തത് ചിലപ്പോൾ ഇവർ ഒരുമിച്ചായിരുന്നെങ്കിൽ വേറെ ഏതൊക്കെയോ തലത്തിൽ അവർ പലതും ചെയ്യാൻ പറ്റിയേനെ. അവർക്ക് സമൂഹത്തിൽ അത്രയും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു പവർ കപ്പിളായി മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫിലിം കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും മനസ്സിൽ തോന്നുന്ന ഒരു നൊമ്പരം ഇത് തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ അവരൊന്നായിരുന്നെങ്കിൽ ഒരു വല്ലാത്ത ക്രൂരമായിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത്. കാര്യം അവസാനം എല്ലാം ഇനി ഒരിക്കലും ഒരു രീതിയിലും മാറി നിൽക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ച് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി പോവാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രണയത്തിന് സാക്ഷിയായ ഇരുവഴിഞ്ഞിപ്പുഴയിൽ തന്നെ മൊയ്തീനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ
അത് എനിക്ക് പിന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല, മുക്കത്ത് തന്നെ താമസിക്കാൻ തന്നെ ചേച്ചിക്ക് പറ്റണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ആ സ്ഥലത്താണ് എൻ്റെ പുരുഷനെ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥലം പിന്നെയും കണ്ടുകൊണ്ട് നിൽക്കാമെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് ഇമാജിൻ. സോ ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ വേർഡ്സ് ടു സേ അബൌട്ട് ഇറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഇപ്പം പാർവതി ഇപ്പം സ്വന്തമായിട്ട് ഈ ഫിലിമിൽ ഡബ് ചെയ്തതിനും പാർവതി തന്നെയാണ്. പാർവതി ഇങ്ങനെ ഡബ് ചെയ്യുന്ന സമയത്ത് പല വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന പല പല സീനുകളുണ്ട്. ഇപ്പം അപ്പുവേട്ടനോട് സംസാരിക്കുന്ന ഒരു ഇതുണ്ട്, അതിങ്ങനെ ഫ്രം ദ ഹാർട്ട് ആണ് പറയുന്നത്, സംസാരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയും, ഡബ് ചെയ്തപ്പോഴുള്ള ഡബിങ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് നെർവസ് ആയിട്ടും കൈൻഡ് ഓഫ് അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു മൊയ്തീൻ്റെ ഡബിങ്. കാര്യം എനിക്കറിയാം അതെന്നെ, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഡബിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, ഓഫ് കോഴ്സ് എല്ലാ ഡബിങ്ങിലും എല്ലാ ഡയറക്ടേഴ്സും ഭയങ്കര അവർ ടാസ്ക് മാസ്റ്റേഴ്സാണ്. ദേ വിൽ നോട്ട് ലെറ്റ് യു ഗോ. കറക്റ്റ് ഇൻറ്റൊനേഷനും കാര്യങ്ങളും അവർക്ക് കിട്ടേണ്ടത് വിട്ടിട്ട് പോവില്ല. ഞാനും അതേപോലെ തന്നെയാണ്, എനിക്ക് ഒന്നും കൂടെ ടേക്ക് എടുത്തെടുത്ത് പോകണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ മരിയാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഏകദേശം 6 ദിവസത്തോളം ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുൾ ഡേ. ഈ 6 ദിവസവും കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ശബ്ദം ഉണ്ടാവില്ല, ബാക്കി ഇമോഷണലി എക്സോസ്റ്റഡ് ആവും നമ്മൾ. കാര്യം ഒരു ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നെയും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചില വാക്കുകൾ കറക്റ്റായിട്ട് കിട്ടില്ല. സോ എനിക്ക് അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള പണിയാണ് ഡബ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഭാഗ്യത്തിന് വിമലും എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാലത്തെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓരോ സീനിൻ്റെ ഇമോഷണൽ തലത്തിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്നാണ് ചെയ്ത് പോയത്. അപ്പോൾ പക്ഷേ ഓരോ കരയുന്ന സീൻസും അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി നമ്മളെ ഇളക്കുന്ന സീൻസും ഭയങ്കര ടയറിങ് ആയിരുന്നു. കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ആ ഡബിങ് തിയേറ്ററിൽ നിന്നൊക്കെ പുറത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മനസ്സിനോ അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ട് നമ്മൾ കുറേയൊക്കെ തളരും. ഇതിൽ ഇപ്പം നമ്മളെല്ലാവരും ഫിലിം ഇപ്പോൾ കാണാത്ത കുറച്ച് പ്രേക്ഷകരുണ്ട്, ഇപ്പോൾ കണ്ടിട്ടുള്ളവരുണ്ട്. ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പാർവതിയോട് അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു ഡയലോഗ് പ്ലീസ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയോ? എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പുവേട്ടനോട് പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ആണ് ഭയങ്കരമായിട്ട്. I can't say the line. You know, I'll tell you Adira why it is. ഞാൻ പൃഥ്വിയൊക്കെ ചെയ്തത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്ന കാര്യമാണ് പൃഥ്വിന് ആ പറയുന്ന ഡയലോഗ് വളരെ ടെക്നിക്കലായിട്ടും വളരെ പ്രോപ്പറായിട്ടും പറഞ്ഞ പോലെ തന്നെ തിരിച്ച് പറയാൻ പറ്റാറുണ്ട്. എന്നോടൊരു കഥാപാത്രത്തിൻ്റെ ഡയലോഗ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് ക്രേസി, പക്ഷെ ഞാനൊരു, അതായത് ഇപ്പം കാഞ്ചനമാല റിയൽ ക്യാരക്ടറാണ് ആതിര. ഇതൊക്കെ വട്ടാണെന്ന് ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാഞ്ചനമാല റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ മരിയാനിലെ പനിമലരും ആദ്യസേറെ ഇൻസ്പയർഡ് ആണ് ഒരു ശരിക്കുള്ള ക്യാരക്ടറുമായിട്ട്. പക്ഷേ ഈ ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ശരിക്കും ഇപ്പോൾ റിയൽ വ്യക്തികളാണ്, എനിക്ക് അറിയാവുന്ന പെൺകുട്ടികളാണ്. അപ്പം ഞാൻ ഇപ്പം ഇറ്റ്സ് ലൈക്ക് സേയിങ്, ഒരു ഫംഗ്ഷന് ചെന്ന സമയത്ത് അവിടെ വീൽ ചെയർ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ആർജെ സേറയായിട്ട് അഭിനയിച്ചതല്ലേ, നമുക്കൊന്ന് ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒരു ഷോട്ട് എടുക്കാമോ എന്ന്. എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺഫെയർ ആയിട്ടും ഭയങ്കര എനിക്ക് അവരോട്, അതായത് സേറയോടും സേറയെ പോലത്തവരോടും ഞാൻ കാണിക്കുന്ന വളരെയധികം ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നാറുണ്ട്. കാര്യം വീൽ ചെയറിൽ ഇരിക്കുക എന്നുള്ളത് പറയുന്നത് ഫാഷനല്ല. വീൽ ചെയറിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടും അല്ല, അതൊരു ആളുടെ നടക്കാൻ പറ്റാത്ത ശേഷിയാണ്. അതേപോലെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. പാഞ്ചന ചേച്ചി ശരിക്കുള്ളൊരു വ്യക്തിയാണ്. അവർ പറഞ്ഞ വാചകങ്ങളാണിത്. അത് എനിക്ക് കടം തന്ന വാചകങ്ങളാണ്. അതെനിക്ക് എൻ്റെ നെഞ്ചിൽ കിടന്നത് അത് ഒരു ഇംപ്ലോഡ് ചെയ്യാന്ന് പറയില്ലേ, പൊട്ടിത്തെറിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെനിക്ക് പിന്നീട് അത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലി എന്നെ ടാക്സിങ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ സീനും അല്ലെങ്കിൽ ആ ഇമോഷൻസും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫൊക്കെ ഓർമ്മ വരുന്നതെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആയി പോയി ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് സാധാരണ പിൻവാങ്ങാറുള്ളത്. കാര്യം ഡയലോഗ്സ് ആയി മാത്രം, അല്ലെങ്കിൽ പഞ്ച് ഡയലോഗ്സ് എന്ന് പറയുന്ന ഡയലോഗ്സ് ആയി മാത്രം ഒരിക്കലും എനിക്ക് നിലനിൽക്കാറില്ല. എല്ലാ ഡയലോഗിന്റെ പിന്നിലും ഒരു ഇമോഷണൽ തിരമാല തന്നെ അടിക്കുമ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ചിന്തകളുടെ ഒരു തിരമാലയുടെ അവസാന ഘട്ടമാണ് ഒരു ഡയലോഗ് എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ അഭിനയിക്കുമ്പോൾ എപ്പോഴും ഒരു ഡയലോഗ് തന്നു, ആ ഡയലോഗ് ഇപ്പോൾ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് ഞാൻ അമ്മേനോട് പറയുന്നത്. അതായത് എൻ്റെ ഏട്ടൻ എന്നോട് പറയും പഠിപ്പ് നിർത്തി കഴിഞ്ഞാൽ മൊയ്തീന് വാക്ക് കൊടുത്തതാണ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുമ്പോൾ കാഞ്ചനമാല അപ്പം ചിന്തിക്കുന്നതും കേൾക്കുന്നതും മൊയ്തീൻ്റെ ശബ്ദമാണ്. കാര്യം തലേ ദിവസം മൊയ്തീൻ പറഞ്ഞ വാചകമാണ്, ആ വാക്കാണ്
ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ഏറ്റവും വലിയ സത്യം. അതാണ് അവൾ റിപ്പീറ്റ് ചെയ്യണത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അത് അവളുടെ ഐഡിയ അല്ല. കാഞ്ചനമാല പറയുന്നത് മൊയ്തീൻ പറഞ്ഞ വാചകമാണ്. അപ്പൊ എന്റെ മനസ്സിലൂടെ അതൊന്ന് ഓടണം എന്നുള്ളതാ. അപ്പം വളരെ ടെക്നിക്കലായിട്ടും വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടും ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോകും. അതുകൊണ്ട് മാത്രം പ്ലീസ് അല്ലേ. ഇതുപോലെ തന്നെ ഈ നല്ലൊരു വേറൊരു ഇപ്പൊ സംസാരിച്ച അല്ലെങ്കിൽ മൊയ്തീനോട് സംസാരിക്കുന്ന ഏറെ നാൾക്ക് ശേഷം കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾ രണ്ടുപേരും നമുക്ക് അന്ന് രാവിലെ എനിക്ക് തോന്നുന്നത് വിമല അത് സീൻ എഴുതി, നമുക്ക് എല്ലാവർക്കും പറയാം ആ സീനാണ് എന്നുള്ള ഒരു വലിയൊരു എന്തോ ഒരു മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ വരുന്ന ഒരു ഫീലിംഗ് ആണ്. ഭയങ്കര കാർമേഘമൊക്കെ, നമുക്ക് ഭയങ്കര ഇമോഷണലി നമ്മൾ അലേർട്ടായിരുന്നു ഇതാണ് സീൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല, അന്ന് വൃത്തിയും വായിച്ചിട്ടില്ല. നമ്മൾക്ക് അത് പോകെ നോക്കാം എന്നുള്ള മട്ടിലായി. കാര്യം നമ്മൾ ആദ്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും മനസ്സിൽ, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. നമുക്ക് അതൊന്നും വേണ്ടായിരുന്നു. നമ്മൾ ഓൺ ആക്ഷൻ എന്ത് ചെയ്ത് നോക്കാം എന്നുള്ളതിന്റെ ഒരു പോസിബിലിറ്റിക്ക് നമ്മൾ വിട്ടുകൊടുത്തൊരു സീനായിരുന്നു. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് ഇസ് വെൻ യു ഗെറ്റ് സംബഡി, ഒരു കോ സ്റ്റാർ, കോ ആക്ടറിനെ കിട്ടുക. സ്റ്റാർ ഇസ് എ ഡിഫറെന്റ് തിങ്. കോ ആക്ടർ നമുക്ക് ജനറസ് ആയിട്ട് തിരിച്ച് ഇമോഷൻസ് പങ്കുവെക്കുമ്പോൾ നമുക്ക് വല്ലാതെ അവരുടെ കണ്ണിലൂടെ ഫീഡ് ചെയ്യാൻ പറ്റും. സോ ആ സീനിൽ ഒരു സീനും എൻ്റെത് മാത്രമല്ല സത്യം പറഞ്ഞാൽ. എൻ്റെ സീനിലുണ്ടായ ഇപ്പൊ കലചേച്ചിയുമായിട്ടുള്ള സീനുണ്ട്, എൻ്റെ അമ്മയോട് ഞാൻ കരഞ്ഞു പറയുന്ന സീനുണ്ട്. ഞാൻ കാത്തിരിക്കുമെന്ന് വാശി പിടിച്ചിട്ട് ഒരു മോൾ അമ്മയോട് പറയുന്നത് ഇല്ല എനിക്കത് വേണം എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, നമ്മൾ വേണം എന്ന് പറയുന്ന ആ ഒരു കൊച്ചമ്മേനോട് പറയുന്ന അത് അമ്മയുടെ വാത്സല്യം ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പം ആ ഒരു എന്താ പറയാ ഒരു കുട്ടിത്തം, ഒരു മകളായി മാറണം ആ സമയത്ത്. ഒരു കാമുകി മാത്രമല്ല, അപ്പൊ അവിടെ ഒരു മകളായിട്ടാണ് അമ്മയോട്. അവിടെ അമ്മേനോട് ഒരു റിക്വസ്റ്റ് ആണ് കാഞ്ചനമാല പറയുന്നത്. അതായത് എനിക്ക് ബാക്കി എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ആ സീനും ഏകദേശം അതേപോലെയായിരുന്നു. ആ സീനിലൊക്കെ എനിക്ക് ബ്ലോക്ക് ഔട്ട് ചെയ്യണമായിരുന്നു, വേറെ എല്ലാ നോയ്സും ബ്ലോക്ക് ഔട്ട് ചെയ്തിട്ട് അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ രാജുവും ഇതുപോലെ കാഞ്ചനമാലയും കൂടി സംസാരിച്ചത് ശരിക്കും നമുക്കതിങ്ങനെ കണ്ട് ഇമോഷണൽ അയ്യോ എന്നുള്ള ഒരു ഇതായി പോകും. കാരണം ഇവർക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും മൊയ്തീന്റെ സ്വന്തം ആവായിരുന്നു. പക്ഷെ അവര് സ്വന്തമായിട്ട് ഇന്നാക്കാവട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ഇതായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പം പാർവതി ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് രണ്ടുപേർക്ക് സങ്കടം വരുന്നു. അപ്പൊ അത് വളരെയധികം എല്ലാ സ്ത്രീ ജനങ്ങളുടെയും മനസ്സിലേക്ക് ഇങ്ങനെ ഒരു നൊമ്പരം സൃഷ്ടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇതിൽ ചെയ്തിരിക്കുന്ന കാഞ്ചന, ഇപ്പൊ ആദ്യം നിങ്ങളെ പ്രേമിക്കുന്ന കുറെ സംഭവങ്ങളുണ്ടല്ലോ, അതെന്ത് രസമായിട്ടാ പാർവതി. അത് മുഴുവൻ ഓൾ ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം. കാര്യം ജോമോന്റെ കളർ ടോൺ ആൻഡ് ആംഗിൾസ് മുതൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വെച്ച ചില കാര്യങ്ങൾ വരെ, പിന്നെ വിമലിന്റെ കുറെ ഐഡിയാസ് ഉണ്ട്, അവരെങ്ങനെയായിരുന്നു അവരുടെ പ്രണയം കാര്യം. ഇതിൽ നിന്ന് ഫീഡ് ഓഫ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ആ ഇമോഷൻസ് കിട്ടുന്നത്. കാര്യം വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഏരിയ ആണത്. കാര്യം ഇതിലുള്ള പ്രണയം, അവരുടെ പ്രണയത്തിന്റെ മെയിൻ ബേസ് അവരുടെ വിശ്വാസങ്ങളാണ്. അതിലാണ് പറയുന്നത്. അതായത് മൊയ്തീന്റെ ഇപ്പം ഇതിൽ പറയുന്നൊരു ഡയലോഗാണ്, കാഞ്ചനമാലയ്ക്ക് അവൾക്ക് അത്രയും മൊഞ്ചാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അവൾക്ക് മുഖത്തിനേക്കാളും അവളുടെ കൽബിനാണ് മൊഞ്ച് എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ അന്യോന്യം മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ മനസ്സിന്റെ കാര്യങ്ങൾക്കാണ്, കൂടുതലും ലുക്സിന്റെ ഇതിലല്ല. സോ അവർ അന്യോന്യം നോക്കുമ്പോഴും ഷെയർ ചെയ്യുന്നത് നാണം എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ എന്നുള്ളതിൽ ചുരുങ്ങി പോവാതെ ആ മനസ്സിലാക്കലാണ്. ആ ഒരു എന്താ പറയുക, ഒരു റേഡാർ എന്ന് പറയില്ല, ആ ഒരു ഫ്രീക്വൻസി മിക്സ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അവരുടെ ഒരു നോട്ടത്തിലും ആ ഒരു ഇന്നസെൻസ് നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതാ കണ്ണാടി കൂടിയൊക്കെ ഇങ്ങനെ നോക്കുന്ന സംഭവം അത് റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കാര്യം വിമല പറഞ്ഞപ്പോഴും എനിക്കിങ്ങനെ നമ്മൾ തന്നെ ബ്ലഷ് ചെയ്യില്ലേ, ചിലവർ ഇങ്ങനെ ഇവിടെ പ്രണയം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയൊരു പിങ്കിഷ് ടോണൊക്കെ വരും. അതുപോലെയായിരുന്നു. അതായത് ഒരു രക്തപുഷ്പം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് വരുന്നു, അതിൽ ഓരോരോ അക്ഷരം മൊയ്തീൻ വരച്ചു കൊടുക്കുന്നു. ഇതിനേക്കാളും റൊമാൻറ്റിക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മള് വാട്സാപ്പ് മെസ്സേജിലൂടെ നമുക്ക് കോഫി കുടിക്കാം എന്നൊക്കെ പറയുന്നതിനേക്കാളും ഓരോ അക്ഷരത്തിൽ എഴുതുക, ഒരു കത്ത് എഴുതുക, പിന്നെ വേറെ ഒരു ബ്രോഷറിൽ ഉള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് അത് മൊയ്തീന്ന് ഓരോ അക്ഷരങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോഴാണ് അവള് ഫ്ലാഷ് ബാക്ക് ചെയ്യുന്നത്. മൊയ്തീനെ ഞാൻ ഇപ്രാവശ്യം കോളേജിൽ വരുന്നതിന് തൊട്ട് മുമ്പാണല്ലോ ആ ബസ്സിൽ വെച്ച് കണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന ഒരു പ്രണയം എന്ന് പറയാം. പിന്നെ നമ്മൾ കാണാതെ നമുക്ക് എല്ലാം സിനിമയിൽ കാണിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചെറുപ്പം മുതലേ വളരെ നല്ലോണം അന്യോന്യം അറിയുന്ന ആൾക്കാരാണ് മൊയ്തീനും കാഞ്ചനമാലയും. കാര്യം
രണ്ടുപേരുടെയും അച്ഛന്മാരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഉണ്ണി മൊയ്തീൻ സാഹിബും കാഞ്ചനമാലയുടെ ഫാദറും. അപ്പം അവര് ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാ, അപ്പുവേട്ടനടക്കം എല്ലാവരും. അപ്പം അവര് വളർന്നു വരുമ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടി എന്നുള്ള മട്ടിലാണ്. പക്ഷെ ഈ ഒരു പ്രായം മാറുന്ന സമയത്ത് പ്രണയം തോന്നി തുടങ്ങുന്ന നിമിഷങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം. അതാ പ്രണയമൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഹാപ്പി എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. അതെ, അതാ നിങ്ങളുടെ നോട്ടത്തിലാണെങ്കിലും പിന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവത്തിലാണെങ്കിലും പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഒരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുക, പിടിക്കുക. അത് അതായത് നമ്മള് സ്കൂളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്കൂളിലൊക്കെ നമുക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടെങ്കിൽ ബസ്സിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവരോട് നോട്ടം വരുമോ എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കിയാൽ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അതൊക്കെ എനിക്കറിയാൻ പറ്റും. എനിക്കും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളൊക്കെ അതാണ്, അവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഹരം കയറുന്നത്. അല്ലാതെ ഇപ്പോൾ ഉള്ള പോലെ ഏറ്റവും കൂടുതൽ നമുക്ക് പുറത്തു പോവാം, സിനിമ കാണാം, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നതിനേക്കാളും കണ്ടില്ല തൊട്ടില്ല എന്നുള്ള മറ്റുള്ള ചില നിമിഷങ്ങളാണ്. അപ്പം കാഞ്ചനമാലയ്ക്ക് മൊയ്തീനൊക്കെ എപ്പോഴാണോ ദൂരെ നിന്ന് ഒരു ഗ്ലിംസ് അന്യോന്യം കാണാൻ കിട്ടുക എന്നുള്ളതിന് വലിയ ജീവിതത്തിന്റെ വലിയൊരു കാര്യമുണ്ടല്ലോ. അതായത് അനിയത്തി കുട്ടിക്ക് ലെറ്റർ കൊടുത്ത് പെട്ടെന്ന് മൊയ്തീൻ നോക്കുമ്പോഴത്തേനും അപ്പൊ ഇങ്ങനെ ഹായ് കാണിക്കുന്ന ഒരു സംഭവം. അതൊക്കെ ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഞാൻ അവിടെ നിൽപ്പുണ്ട് പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞു. പക്ഷെ ഈ പറയുന്ന കുറെ ആ ഒരു തീവ്രത ഫീൽ ചെയ്യില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്താണ് ഇപ്പൊ മൊബൈലും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഒരു 10 years ആയിട്ടുള്ളൂ. പക്ഷെ അതിന് ഈ ഒരു ഫിലിമിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നതും ഇതിന് കാലഘട്ടങ്ങളില്ല. ഒരു 10 വർഷം മുന്നേ ഈ ഫോൺ കാര്യങ്ങളൊക്കെ വന്നു. അതിന് മുന്നേ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, ശരി. എന്നാലും ഇത്രത്തോളം മുമ്പാണെങ്കിലും പലരുടെയും പ്രണയങ്ങൾ ഓർമ്മ വരുന്നു എന്നുള്ളതാണ് അല്ലെ പലരും പറയുന്ന ഒരു അഭിപ്രായത. എനിക്ക് കണ്ടപ്പോൾ എന്റെ സമയത്തുള്ളത് തോന്നി. അതായത് ഇപ്പോഴത്തെ ഈ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഔട്ട്ഡേറ്റഡ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ വളരെ ഡ്രമാറ്റിക്കും ക്ലീഷേഡോ അല്ലെങ്കിൽ മെലോ ഡ്രാമ എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു ഇവരെല്ലാവരും കടന്നു പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മുടെ ജനറേഷനിലെ ആൾക്കാരൊന്നും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഫിക്ഷണൽ കഥ എല്ലാവരെയും എന്റർടൈൻ ചെയ്യാൻ കാണിച്ചു കൊണ്ടുവന്ന ഒരു സിനിമയല്ല ഇത്. ഇത് ശരിക്കും നടന്ന രണ്ടുപേരുടെ ജീവിതം, രണ്ടുപേരുടെ അല്ല, ഇൻഫാക്ട് മുക്കത്തെ പല ക്യാരക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുക്കം ഭാസി എന്ന കഥാപാത്രം ഇപ്പോഴും ജീവിച്ചിരിപ്പിന് ഞാൻ അദ്ദേഹത്തിനെയും കണ്ടു നേരിട്ട്. പിന്നെ കാഞ്ചന ചേച്ചി അടക്കം വേറെ എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങൾ അവരൊക്കെ പലവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അവർക്കുള്ളൊരു ട്രിബ്യൂട്ടും കൂടെയാണിത്. അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സത്യസന്ധമായിട്ട് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ കടമ. ഇതാണ് അതിലും ഉപരി ഇതൊരു വളരെ ടച്ചിങ് സ്റ്റോറി ആയിട്ട് എല്ലാവർക്കും തോന്നി. അവരെല്ലാവരും നെഞ്ചിലേറ്റി അത് അനുഭവിച്ചു. അവരുടെ വേദനയും പ്രണയവും വേർപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ പ്രണയം ഉണ്ടെന്നുള്ളത് ഒരു കാഞ്ചനമാലയും മൊയ്തീനും ഒരു നോവായിട്ട് ഒരു നൊമ്പരമായിട്ട് മനസ്സിൽ നിൽക്കുന്നു ഇപ്പോഴും എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം നമ്മൾ കഥ വായിച്ചാലും ആർട്ടിക്കിൾസ് വായിച്ചിട്ട് നേരിട്ട് കണ്ടാലും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നമുക്ക് അതിനെപ്പറ്റി മറക്കാൻ പറ്റുമെന്ന്. കാര്യം ഇങ്ങനത്തെ ഒരു വേർപാട് വല്ലാത്തൊരു ക്രൂരമായിട്ടുള്ളൊരു വേർപാടായിരുന്നു ഇവർ രണ്ടുപേരും. ആദ്യം ഞാൻ കാണുമ്പോൾ ഉള്ള ഒരു പാർവതി ഉണ്ടായിരുന്നു. ഫിലിമിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ഇപ്പൊ നോട്ട്ബുക്ക് ആ ഒരു ഫിലിമിലൂടെ എൻട്രി ചെയ്തു. ഇപ്പം നമ്മുടെ ഇന്ന് നിന്റെ മൊയ്തീൻ വരെ എത്തിയിരിക്കുന്നു. ശരിക്കും പാർവതിക്ക് തോന്നിയിട്ടുണ്ടോ, അതായത് ഞാൻ സിനിമയിൽ എൻട്രി ചെയ്യേണ്ട ഒരു ടൈം ഇത് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടമാണോ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ആ സമയത്ത് തന്നെ, അത് ഏതാണ്? ആ സമയത്ത് തന്നെ ഞാൻ ഒരിക്കലും എനിക്ക് ശ്രമിക്കാനുള്ള കാര്യമാണ്. ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എങ്ങനെയാണോ ആ രീതി, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നോട്ട്ബുക്കും ഔട്ട് ഓഫ് സിലബസും വിനോദയാത്രയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ പാർവതി ആവില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പം എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു അനുഭവവും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് പകരം ഞാൻ ഇപ്പൊ വന്നിരുന്നെങ്കിൽ, കാരണം ഇപ്പൊ വന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ വന്നിരുന്നെങ്കിൽ ഞാൻ വളരെ വ്യത്യാസമായിട്ട്, എനിക്ക് പ്രോബബ്ലി മോശമായിട്ടായിരിക്കും ഞാൻ എൻ്റെ അഭിനയം ഉണ്ടാവുക. തുടക്കത്തിലുള്ള ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ അതിൽ ഗായത്രി എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാര്യം എനിക്ക് എന്താണ് സിനിമ, എന്താണ് കല, എന്താണ് ഈ ക്രാഫ്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഊഹവും ഇല്ലാണ്ട് മനസ്സിൽ തോന്നിയത് ക്യാമറയുടെ മുമ്പിൽ ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ഫിലിമിലാണ് വർക്ക്ഷോപ്സും, അതായത് ബോബി സഞ്ജയ് എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തുകളായിരുന്നു ആദ്യമായിട്ട് ദി ഐഡിയ ഓഫ് ആക്ടിങ് ആസ് എ സ്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആക്ടിങ് ആസ് എ ക്രാഫ്റ്റ്, അതായത് ഇതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഇതൊന്ന് എക്സ്പ്ലോർ. അപ്പോഴാണ് എനിക്ക് ഈ പ്രൊഫഷനോട് ഇഷ്ടം തന്നെ തോന്നി തുടങ്ങിയത്. അല്ലെങ്കിൽ വളരെ ബോറിംഗ് ആണ്, നമുക്ക്
ഞാൻ തന്നെയായിട്ട് എല്ലാ സിനിമയിലും അഭിനയിക്കുകയാണെങ്കിൽ ഇത്രയും ബോറിംഗ് ജോബ് ഇസ് നോട്ട് ദെയർ ഇൻ ദ വേൾഡ്. ഉണ്ടാവില്ല. പക്ഷെ മാത്രമല്ല അതിൽ നമ്മൾ നമ്മുടെ സ്വന്തം സെൽഫ് ഇമ്പോർട്ടൻസ് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയായി പോകും. നമുക്ക് സ്ഥിരത ഉണ്ടാവില്ല മനസ്സിൽ. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് എന്നുള്ളൊരു വന്നോളും. ഇവിടെ എനിക്ക് ഓരോ കഥാപാത്രങ്ങളായി മാറുമ്പോൾ ഞാൻ പാർവതിയെ മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് ആ കഥാപാത്രങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പാർവതിയിലേക്ക് ചിലപ്പം ആ കഥാപാത്രത്തിൽ എന്തെങ്കിലും നല്ലതോ മോശമോ ഒക്കെ വന്ന് കയറും ചെയ്യും. ഇത്രയും നല്ലൊരു സൈക്കോളജിക്കൽ റോളർ കോസ്റ്റർ വേറെ ലോകത്ത് എവിടെയും കിട്ടാനില്ല. പെർഫോമൻസിലൂടെ കിട്ടുന്നൊരു സംഭവമാണ്. സോ എനിക്ക് തോന്നുന്നു നോട്ട്ബുക്കിലുള്ള എക്സ്പീരിയൻസസ്, അതിൽ ചെയ്ത തെറ്റുകൾ, വിനോദയാത്ര, ഫ്ലാഷ്, സിറ്റി ഓഫ് ഗോഡ്, ഞാൻ മലയാള സിനിമകളുടെ ഇതാണ് പറയുന്നത്, ബാംഗ്ലൂർ ഡേയ്സ്, ഇതിലൂടെയൊക്കെ ഓരോ സിനിമ ഇപ്പം എനിക്ക് നോട്ട്ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അന്ന് ചെയ്ത പോലെ ആയിരിക്കില്ല ചെയ്തത്. പക്ഷെ അന്ന് ചെയ്ത ചില റോ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില ഡീറ്റെയിലിംഗ് ഒന്നും ചിലപ്പോൾ ഇപ്പം എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം അന്നത്തെ എൻ്റെ ഇഗ്നറൻസും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കലയെ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ മെരിയൻ, ബാംഗ്ലൂർ ഡേയ്സ്, ഈ രണ്ട് സിനിമകളും ഇപ്പൊ പാർവതിയിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആൾക്കാരിലേക്ക് കുറച്ചും കൂടി ഒരു ആ മുമ്പത്തെ പാർവതിയിൽ നിന്നും ക്യാരക്ടർ വൈസ് ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ട് കുറെ പേരൊക്കെ ആ ഒരു സമയത്ത് ഒരു സംസാരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, പാർവതിയോട് സംസാരിക്കുമ്പോ ഒരു ബുജിയാണെന്ന് തോന്നുന്നു, ബുദ്ധിജീവി ആ ലെവലിലാണ്, ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പാർവതിയുടെ ആ ഒരു ടൈപ്പായിരുന്നു. അതിപ്പോഴും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, പിന്നെ മാറിയിട്ടില്ല. എന്നോട് എല്ലാ എൻ്റെ സുഹൃത്തുക്കളും, വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ ഇത്രയും ചിന്തിക്കാതിരിക്കാവോ എന്ന് ചോദിക്കുന്ന ഒരാളെ എപ്പോഴും പറയും. യു ഓവർ തിങ്ക് എ ലോട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതി, എക്സോസ്റ്റഡ് ആവും ചിലവരെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം എനിക്ക് സംസാരിക്കാം, ഒത്തിരി സംസാരിക്കാം. അതേപോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും വലിയ ഇഷ്ടമാണ്. പുസ്തകങ്ങൾ വലിയ ഇഷ്ടമാണ്. പുസ്തകങ്ങളെ പറ്റി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു വണ്ട് പറന്നു പോവുകയാണെങ്കിൽ അതെന്തിനാ അങ്ങനെ പറന്നു പോകുന്നത്, അതെന്തായാലും ചിന്തിക്കുന്നതെന്ന് പോലും ചിന്തിച്ച് ചിന്തകൾ എനിക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സാധനമാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത കാരണം ഇങ്ങനെ ഒരു ഇമേജ് ബാക്കിയുള്ളവരുടെ അടുത്തുണ്ട്. ഇപ്പൊ സാധാരണ ഫാൻസ് ഒക്കെ ആണെങ്കിൽ ഒരു സെൽഫി അല്ലെങ്കിൽ അങ്ങനെ, ഇത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ആ ഒരു ബാംഗ്ലൂർ ഡേയ്സ് കാരണം കുറച്ചൊരു ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു സാധനം വന്നിട്ടുണ്ടോ? എനിക്ക് ബഹുമാനം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഉണ്ടോന്ന് എനിക്ക് ഹോപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്, ഉണ്ടാവണം. എനിക്ക് നമുക്ക് പരസ്പരം ഒരു ബഹുമാനം ഉണ്ടാവേണ്ടതാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ റിയൽ ലൈഫിൽ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊരു അതിന്റെ ബാലൻസ് കൃത്യമായിട്ടില്ല. ചില സമയത്ത് ഞാൻ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, ചില സമയത്ത് വളരെ ഉൾവലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. സോ അതെനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് പുറത്ത് നിന്ന സമയത്ത് ആൾക്കാർ ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ പൊളൈറ്റായിട്ട് പറയും, ഇന്ന് എനിക്ക് അതിൻ്റെ മൂഡില്ല, പ്ലീസ് ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. കാര്യം ചില സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ ലെറ്റ്സ് ടേക്ക് എ പിക്ചർ എന്ന് പറഞ്ഞ് എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഞാൻ അവരോട് ആ ഫ്രീഡം എടുത്ത് പറയുന്നത്. പക്ഷെ അത് പലരും മനസ്സിലാക്കാറുമുണ്ട്. പക്ഷെ ബുദ്ധിജീവി എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ കണ്ണട കാരണമായിരുന്നു. അതെ, അതൊരു വലിയ ഹെയർ വെട്ടുക എന്നുള്ള. പക്ഷെ നമ്മൾ ചില കാറ്റഗറീസിൽ എനിക്ക് തോന്നുന്ന മനുഷ്യന്മാർക്കുള്ള ഇഷ്ടമുള്ള കാര്യം ഇതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം കാണുമ്പം അതിനെ നമ്മൾ എതിർക്കും. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ അതിലെടുത്തിടും. അതേപോലെ അപ്പൊ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് നമുക്ക് ദഹിക്കത്തൊരു കാര്യമാണെങ്കിൽ അതെടുത്ത് ഒരു കാറ്റഗറിയിൽ ഇട്ട് കഴിഞ്ഞാൽ സമാധാനം എന്നുള്ളതാണ്. എല്ലാം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഇഷ്ടമില്ലാത്ത, അതുകൊണ്ടാണ് ചില ലുക്കിലുള്ള ആൾക്കാരെ ഒരു കാറ്റഗറിയിലിടും, ചില സംസാരമുള്ള ഒരാളെ വേറെ കാറ്റഗറിയിലിടും, സമാധാനമായി എന്നുള്ള നാട്ടില്ല. പക്ഷെ ട്രൂത്ത് ഇസ് ദിസ് ദാറ്റ് എല്ലാവരിലും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കഴിവതും ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കാത്ത ആളാണ്. പക്ഷെ പീപ്പിൾ ഡു ഇറ്റ് ആൻഡ് ഐ ഹാവ് നോ പ്രോബ്ലം. ഞാൻ ബുദ്ധിജീവി ആവാം, ചിലപ്പോൾ വളരെ ഔട്ട് ഗോയിങ് ആവാം, വട്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വളരെ സോബർ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. മേ ബി ഐ എം എവറിത്തിങ്. അതെ, എല്ലാം ആയിക്കോട്ടെ. നമുക്ക് അല്ലേ, നമ്മൾ ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഇപ്പോ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇത്രയും നല്ലൊരു ഫിലിം നമ്മുടെ മുമ്പിൽ എല്ലാവരും വെച്ച് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. പാർവതിയുടെ മനസ്സിലുള്ള ഇനി ഒരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇതുമായിട്ട് വളരെയധികം എന്റെ ആൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അതായത് പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഓഹോ, പോരട്ടെ. സാധാരണ രീതിയിൽ പോരട്ടെയല്ല, ഞാൻ അത്രേ പറയണുള്ളൂ. പക്ഷെ എനിക്ക് ഇത് തമാശ തോന്നിയത് ചില പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ പതുക്കെയുള്ള ഒരു നുഴഞ്ഞുകയറ്റം ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ അതിലോട്ട് പ്ലേ ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല പബ്ലിക്കായിട്ട്. ഐ ഓൺലി കം ആൻഡ് ടോക്ക് അബൌട്ട് സിനിമയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ്. ഞാൻ ചോദിക്കാറില്ല, സാധാരണ ഇന്റർവ്യൂവിന് ചോദിക്കാൻ, ഇതൊരു ഇങ്ങനത്തെ ഒരു സിനിമയാണ്, നമ്മുടെ മനസ്സിലും ആഗ്രഹം തോന്നും. തമാശ ഏതൊരു പെൺകുട്ടിക്കും അങ്ങനെ ഞാൻ പറഞ്ഞത്.
പെൺകുട്ടിക്ക് വേണോ അങ്ങനെ ഉണ്ടോ? എനിക്ക് എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം എന്നുള്ള കാര്യം എല്ലാവരും വിവാഹത്തെ പറ്റി സംസാരിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ സ്പെക്ട്രം ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ, അതിൽ പോവാത്ത ചില കാര്യങ്ങളാണ്. പെട്ടെന്ന് അതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ BP ഒക്കെ കൂടും. അതെന്താ അതിനെ പറ്റി എന്തിനാ അപ്പം അതിനെപ്പറ്റി സംസാരിക്കാൻ? നമ്മൾ ജോലി, എനിക്കിപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, ഷൂട്ടിങ്ങിന് പോവുക, തിരിച്ചു വരിക, ഷൂട്ടിങ്ങില്ലാത്ത സമയത്ത് സുഖമായി കിടന്നുറങ്ങുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ പറ്റി ഏറ്റവും വലിയ പ്രണയങ്ങൾ. നിലവിലേക്ക് വേറെ ഒരു BP മൊയ്തീൻ, കാഞ്ചനമാല, തിരമാല ഒന്നും വന്നടിച്ചിട്ടില്ല. സോ എത്രയും പെട്ടെന്ന് അടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ആ തിരമാല. പിന്നെ ഈ ഫിലിമിലെ സോങ്സ്, എൻ്റെ പേഴ്സണൽ സോങ് എന്ന് പറയുന്ന കാത്തിരുന്നു. പിന്നെ പറഞ്ഞാൽ ആ ഒരു ജയചന്ദ്രൻ സാറൊക്കെ പാടിയിരിക്കുന്ന രണ്ടാമത്തെ ആ ഒരു ഫൺ മൂഡിലുള്ള ഒരു സോങ് ആണ്. രസമാണല്ലോ, ഇവരെ കളിയാക്കിയിട്ട് ചെയ്യുന്നൊരു സാധനം. പക്ഷെ കാത്തിരുന്നു പറയുമ്പോ ആ കാത്തിരിപ്പിന്റെ ആ ഒരു കാത്തിരുന്നു ശ്രേയ ഘോഷൽ ഇങ്ങനെ പാടുമ്പോ നമ്മുടെ മനസ്സിൽ ആ കാത്തിരിപ്പ് ശരിക്കും കാണിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മഴ ഈ ഫിലിമിൽ നമുക്കൊരു മഴ നനയുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ ഫിലിം കാണുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. അതെ, ത്രൂ ഔട്ട് മഴ ഇതിലൊരു ക്യാരക്ടർ അല്ലേ? അതെ അതെ, അത് എനിക്ക് തോന്നുന്നത് വിമൽ അത് ആദ്യത്തെ മീറ്റിംഗിൽ മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ ജീവിതത്തിലുള്ള സമയത്ത് മുക്കത്ത് എപ്പോഴും മഴ ഒരു കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമയിൽ ഒരുപാട് മഴ നനയേണ്ടി വരും, ഒരുപാട് മഴ കാണേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു നമ്മൾ യൂസ് ചെയ്തൊരു ടോണും മഴയുടെയാണ്. ശരിക്കും പറഞ്ഞാൽ മഴ കൊണ്ട് മുറിവേറ്റ എന്ന് വേണമെങ്കിൽ വിമൽ ഈ സിനിമ എടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്യുമെന്ററി ചെയ്തു. ആ ഡോക്യുമെന്ററിന്റെ പേര്, അതായത് കാഞ്ചനമാലയെ പറ്റിയിട്ടും BP മൊയ്തീനെ പറ്റിയിട്ടുള്ള ഡോക്യുമെന്ററി ആയിരുന്നു അത്. ആ ഡോക്യുമെന്ററിയിൽ നിന്നാണ് ഇവർക്ക് ഈ ഐഡിയ കിട്ടി സ്ക്രിപ്റ്റ് ആയത്. ഈ സ്ക്രിപ്റ്റിന്റെ ഇപ്പൊ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആതിരയ്ക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ആതിര പറഞ്ഞ അതേ വാക്കിന്റെ ഒരു സാമ്യമുള്ളൊരു ടൈറ്റിലായിരുന്നു. ജലം കൊണ്ട് മുറിവേറ്റവൾ എന്നായിരുന്നു ആ ഡോക്യുമെന്ററിയുടെ പേര്. സോ മഴ കൊണ്ട് മുറിവേറ്റവളുടെ ഏകദേശം ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ടൈറ്റിലാണ്. എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത് ഏതാണ്ടും നമുക്കത് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഫിലിം ആയതുകൊണ്ടാവാം ഇപ്പോഴും ആ ഫിലിം കണ്ടതിന് ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. ഞാനപ്പോൾ അതിങ്ങനെ ഫിലിം കഴിഞ്ഞിട്ട് ചുമ്മാ പ്രാന്തം ചിന്തകളാണ് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പോൾ മഴ ഇതിലിങ്ങനെ വന്നു പോകുന്നുണ്ട്. മഴ ശരിക്കും ഇവരെ ഒരു ഏറ്റവും അവസാനം വരെ ആയിരുന്നെങ്കിൽ ചിലപ്പോ എന്നുള്ളൊരു സാധനം വരും. അപ്പൊ മഴ കൊണ്ട് മുറിവേറ്റവൾ എന്ന ആ ഒരു ക്യാപ്ഷനോട് എനിക്ക് വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാപ്റ്റിവേറ്റിംഗ്, എനിക്ക് എന്ന് എന്റെ മൊയ്തീൻ നല്ലൊരു ടൈറ്റിലാണ്, പക്ഷെ എനിക്ക് ആ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്. ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടൈറ്റിലാണ്. അതെ, അപ്പൊ ഈ ഒരു ക്യാപ്ഷൻ ആണെങ്കിലും ആളുകളുടെ ഇടയിലേക്ക് ശരിക്കും അങ്ങനെ ഒരു മഴ പല രീതിയിൽ ആൾക്കാർക്ക് ഇങ്ങനെ ഇപ്പം അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മഴ കൊണ്ട് എന്താണെന്നുള്ളത് അത് നിങ്ങൾ ഫിലിം തന്നെ പോയിട്ട് വാച്ച് ചെയ്യല്ലേ. അപ്പൊ എന്തായാലും പാർവതി ഇത്രയും സമയം എനിക്കിവിടെ പിടിച്ചിരുത്താൻ തോന്നാ. എനിക്കും ഇരിക്കണം ആഗ്രഹമുണ്ട്. അതെ, പക്ഷെ സമയത്തിന്റെ ആ ഒരു കുറവ് കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇപ്പൊ തൽക്കാലം ഇതാണ്. ഇനി നെക്സ്റ്റ് മൂവി ഏതാണ് പാർവതി? ചാർലി ഈസ് മാർട്ടിൻ പ്രക്കാട്ടിന്റെ ഫാന്റസി ലാൻഡ്. അതിലും ജോമോനാണ് ക്യാമറ ചെയ്യുന്നത്. ക്യാരക്ടറിനെ പറ്റി ഇപ്പൊ സംസാരിച്ചാൽ എന്റെ തല കാണില്ല. സോ ഐ വിൽ ബി ലൈക്ക് റിലീസ് പ്രോബബ്ലി ദിസ് ഇയർ. പക്ഷെ ഒരുപാട് വർക്ക് ഉണ്ട് ഇനിയും പെൻഡിങ് ആയിട്ട്. അതിൽ ദുൽഖർ ആണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ബോത്ത് ഓഫ് us teaming up. അതെ, വീണ്ടും ദുൽഖർ പാർവതി കൂട്ടുകെട്ട് നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ ഒക്കെ കാത്തിരിക്കുന്നു. ഇനിയും വീണ്ടും താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് നമ്മുടെ കാഞ്ചനമാല, നമ്മുടെ പാർവതിക്ക് എന്താ പറയാനുള്ളത് പറയൂ. എനിക്ക് എന്താ പറയാനുള്ള, പ്രണയം പോയി അനുഭവിക്കൂ പ്ലീസ്. നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്തൊരു ഡിസിഷൻ ആയിരിക്കും. നമ്മൾ സാധാരണ സിനിമ കാണുമ്പോൾ ഓക്കെ കുറച്ച് ടൈം പാസ് ആവാം, അല്ലെങ്കിൽ അതെന്താ പോയി കണ്ടു നോക്കാം, ത്രില്ലേഴ്സ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. പക്ഷേ ഇത് ശരിക്കുള്ള രണ്ട് വ്യക്തികളുടെ ജീവിതമാണ് നമ്മൾ തിരശീലയിൽ നല്ല ഒരു സത്യസന്ധമായിട്ട് കാണിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ്. പോവുക, അനുഗ്രഹിക്കുക, പ്രണയം അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു പാർവതി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.